കർത്താവേ നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. സുഭാഷിതം യെശയ്യാപ്രവചനം 28:29. അതും സൈന്യങ്ങളുടെ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു. All this also comes from the Lord Almighty, whose plan is wonderful, whose wisdom is magnificent. ഈ അധ്യായത്തിന്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഒരു കൃഷിക്കാരനെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ വാക്കുകൾ യെശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കൃഷിക്കാരൻ തന്റെ നിലത്തിൽ വിത്ത് വിതപ്പാനായി തീരുമാനിക്കുമ്പോൾ തന്റെ നിലത്തിൽ യോജിച്ച വിത്ത് ഏതായിരിക്കുമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ആ വിത്ത് വിതയ്ക്കുന്നതിന് അനുയോജ്യമായ രീതിയിൽ നിലം ഒരുക്കുന്നു. നിലം ഒരുക്കി കഴിയുമ്പോൾ വിത്ത് വിതയ്ക്കുകയും അതിന് യോജിച്ചതായ വളമിട്ട് അതിനെ വളർത്തി ഫലം പുറപ്പെടുവിച്ച് അത് അനുയോജ്യമായ രീതിയിൽ ശേഖരിക്കുന്നതായി കാണാം. 25-ാം വാക്യത്തിൽ വായിക്കുന്നത്, നിലം നിരപ്പാക്കിയിട്ട് അവൻ കരിഞ്ജീരകം വിതയ്ക്കുകയും ജീരകം വിതറുകയും കോതമ്പ് ഉഴവ് പൊളിയിലും യവം അതിനുള്ള സ്ഥലത്തും ചെറുകോതമ്പ് അതിന്റെ അറ്റത്തും ഇടുകയും ചെയ്യുന്നില്ലയോ? അങ്ങനെ അവന്റെ ദൈവം അവനെ യഥാക്രമം ഉപദേശിച്ച് പഠിപ്പിച്ചിരിക്കുന്നു. ഇവിടെ 5 തരത്തിലുള്ള വിത്തുകൾ വിതയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇവ ഓരോന്നിനും യോജിച്ച രീതിയിൽ വിതയ്ക്കുവാനും അതിനെ വളർത്തുവാനും ഫലം എടുക്കേണ്ട വിധവും ഒക്കെ ആരാണ് മനുഷ്യന് അറിവ് കൊടുത്തത്? ജീരകവും കരിഞ്ജീരകവും മെതിക്കേണ്ട വിധവും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യന് പ്രവർത്തിക്കുവാനും അധ്വാനിക്കുവാനും ഒക്കെ ബുദ്ധി നൽകുന്നത് ദൈവമാകുന്നു. 94-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ മനുഷ്യർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നു എന്ന്. കർത്താവിന്റെ ആലോചന അതിശയകരവും അവന്റെ ജ്ഞാനം മഹത്വകരവുമാകുന്നു. വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ മനുഷ്യന് ജ്ഞാനവും ബുദ്ധിയും നൽകുന്നത് ദൈവമാകുന്നു. അവയിൽ നിന്ന് മനുഷ്യന് ലഭിക്കുന്ന ഫലവും ദൈവം തരുന്നതാകുന്നു. ചിലരുടെയെങ്കിലും ജീവിതത്തിൽ അവരുടെ പ്രവർത്തന പദത്തിൽ പലപ്പോഴും പരാജയങ്ങൾ വന്നു ഭവിക്കാറുണ്ട്. അപ്പോൾ നാം ചെയ്യേണ്ടത് ജ്ഞാനിയായ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരിക. ദൈവത്തിൽ നിന്നുള്ള ആലോചന നമുക്ക് ലഭിക്കുമ്പോൾ വിജയകരമായി മുന്നോട്ട് പോകുവാൻ കഴിയും. ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യങ്ങൾ 3:5-6 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. വീണ്ടും 16:3 പറയുന്നു, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്ക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. സർവശക്തനായ സർവജ്ഞാനിയായ ദൈവത്തിൽ ആശ്രയിക്കുവാനും നമ്മെ സമർപ്പിക്കുവാനും നാം ഒരുമ്പെടണം. യാക്കോബ് പറയുന്നത്, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. നമുക്ക് വേണ്ട സകല നല്ല ദാനങ്ങളും ദൈവം നമുക്ക് നൽകും. സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. അവിടുത്തെ ആലോചനയാൽ ഞങ്ങളെ നടത്തണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. എല്ലാം ഞാനേകിടും മാനസം ദേഹിദേഹം നിൻഹിതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു.